ഹായ് ഗൈസ്, ഞാൻ വീണ്ടും വന്നു. ഞാൻ ഒരു വെറൈറ്റി ഔട്ട്ഡോർ ട്രൈ ചെയ്തതാണ്. പക്ഷേ വീണ്ടും ഈ വ്ളോഗും ഞാനൊരു 3-4 പ്രാവശ്യം, അധികമില്ല, ലൈക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഞാനൊരു 3 പ്രാവശ്യം എടുത്തുള്ളൂ. ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ട് ഞാൻ പോയി ഒന്ന് കണ്ടു നോക്കി, കുറച്ച് നേരം ഒന്ന് എടുത്തിട്ട് സംസാരിച്ച് കണ്ടു നോക്കിയപ്പോൾ വോയിസ് ഇല്ല. ഇപ്പോഴും നമുക്ക് കേൾക്കണമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഈ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം നമ്മൾ ഉറക്കെ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞില്ലേ ഒരു ഓക്വേർഡ് ഫീൽ, അത് ഞാനിപ്പോഴും ഓവർകം ചെയ്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഈ പരട്ട കാക്കകൾ, പൂച്ചകൾ, പട്ടികൾ എല്ലാം ഉണ്ട്. സോ അതിൻ്റെ കുറച്ച് കേൾക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് വീണ് നോക്കണമെന്ന് ഞാൻ പറയും. ആരെങ്കിലും മാറി ഇതിൻ്റെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവുന്നു. അവിടെ ഏതോ ഒരു കൊച്ചു കിടന്ന് കരയുന്നുണ്ട്. ഇത്രയും നാളിൽ ഒരു കൊച്ചു വരെ കരഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ഇല്ലാത്ത കൊച്ചുങ്ങളായി, ഇല്ലാത്ത പട്ടികളായി, ഇല്ലാത്ത പൂച്ചകളായി. കാക്കയൊക്കെ ഒന്ന് ഇവിടെ വന്നിരുന്ന് കരയുണ്ടായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ ഗ്രാമ്പൽ, അവൻ ഈ വീഡിയോ കാണുന്നുണ്ടാവും. യെസ്, ഓ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ തനിക്കെന്താടാ ഫോണടിക്കാണ്ടിരുന്ന. ഓക്കെ, സോ ഗ്രാമ്പൽ കുറേ നാൾ മുമ്പ് ഞങ്ങളോട് പറഞ്ഞു ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ ആ ഫോട്ടോ എടുക്കുന്നത് 2017-ലോ 2016-ലോ കൊണ്ടാണ് ആ ഫോട്ടോ എടുക്കുന്നത്. എൻ്റെ മുമ്പത്തെ ഒരു വാടക വീടിൻ്റെ ഫ്രണ്ട് അവിടെ ഒരു പൊളിഞ്ഞ കെട്ടിടവും ഒരു വീടാണ് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു മതിലൊക്കെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായത്. അന്ന് എന്താ പറയുക, എൻ്റെ ക്യാമൊക്കെ എടുത്തിട്ട് ചുമ്മാ എടുത്ത ഫോട്ടോയാണ്. പക്ഷെ അത് ഞങ്ങൾ 4 പേരുടെ ഒരു എന്താ പറയുക ഭയങ്കര ഒരു മെമ്മറി പോലെയായത്. അത് അവൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ആ ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. സോ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളതിന് ശ്രമിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഈ പറഞ്ഞവൻ തന്നെ ആ ഞായറാഴ്ച മിസ്സായി. ഞങ്ങളെല്ലാം റെഡി. അവ പറഞ്ഞ് ഞായറാഴ്ച പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ സെറ്റാണ്. കാരണം പള്ളിയുടെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്, കലേറ്റർ പള്ളിയുടെ. അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ച എല്ലാവരും സെറ്റായി. ഞങ്ങൾ വന്നിട്ട് അവനെ വിളിച്ച് ആ കറക്റ്റ് ദിവസം ഈ പറഞ്ഞ ഗ്രാമമെല്ലാം കാണാനില്ല. അവൻ എവിടെയോ പോയി. അവനെ വിളിച്ചിട്ട് കിട്ടല്ലോ. ഇതിൽ ഡേറ്റ് ആയപ്പോൾ ആള് ഞാൻ പറഞ്ഞു ആ ഫോട്ടോ എടുക്കണ്ട. അവൻ ആ എടുക്കണം. പിന്നെ ഏറ്റവും ഇടിയാന്നില്ല, എടുക്കണമെന്ന് പറഞ്ഞിരിക്കലേ ഉള്ളൂ, എടുക്കുന്നില്ല. അവരാണ് പറഞ്ഞത് അന്ന് എടുക്കാന്ന്. എന്നിട്ട് ആളെ കാണാനില്ല, ആള് മിസ്സായി. സോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ എല്ലാവരും ഫ്രീ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇന്ന് പോയിട്ട് ആ ഫോട്ടോ എടുത്തു. സോ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് അപ്പം ഞാനത് ആക്ച്വലി വിട്ടുപോയി. കാരണം വ്ളോഗിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എൻ്റെ മനസ്സിലത് ഇങ്ങനെ കയറിയിട്ടില്ല, ലൈഫ് സ്റ്റൈലിലേക്ക് അത് കയറിയിട്ടില്ല. അപ്പം ഞാനപ്പോൾ അവരുടെ ഫോണിലും എൻ്റെ ഫോണിലൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്തു വെച്ചു. പിന്നെ നിങ്ങളതാണ് കാണാൻ പോകുന്നത്. ബ്ലോഗ് 2017 ഞങ്ങൾ ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ 4 പേര്, ഞാൻ ഗ്രാമ്പിലായിരുന്നു ചിഹ്നം. ഇവൻ പറഞ്ഞ് ആ ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യാറ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കൊല്ലങ്ങളായി ഇത് ചെയ്യണം വിചാരിക്കാം. അപ്പൊ ഞങ്ങൾ വന്നു. പക്ഷെ എന്ത് സംഭവം വെച്ചാൽ ഞാൻ അതിന്റെ പഴയ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അന്നത്തെ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥലം നോക്കണം, ഇതാണ് അവസ്ഥ. ബാർഗിവിനിലും തോറ്റു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ചെടിയൊക്കെ ഒന്ന് പറിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എടുക്കാൻ പോകണം. ശേഷം ഗ്രാമ്പൽ സ്ക്രീനിൽ, അരുൺ സ്ക്രീനിൽ, സ്ക്രീനിൽ എന്നിട്ട് നീ എന്താ ചെയ്യണേ? നൻപനെ പോൽ ഞാൻ അവിടെ ചേട്ടനോട് പറഞ്ഞു. അതാ ചേട്ടനല്ലോ ഈ ചേട്ടൻ സ്റ്റൈലില്ല. എന്റെ തിടമ്പകം വെക്കാനോ അതിന് സ്ഥലം ഉണ്ടാവില്ല. അതൊന്ന് പോരാ. അതുകൊണ്ട് വീട്ടിലമ്മയുണ്ടല്ലോ, എനിക്കറിയില്ല. വീട്ടിലമ്മയുണ്ട്. ചാടി കയറിക്കോ. എടാ നൻപാ ഒന്ന് താങ്ങി കൊടുത്തേ. അതെ, നിന്റെ 2 വിരൽ താങ്ങാൻ. ശീലായിട്ടേ സെറ്റല്ലേ എടാ, നമ്മുടെ വീട്ടിൽ താങ്ങൂ. എടാ നോക്കണേ, ഐ മീൻ മതില് നോക്കിയാ ഒരു ആട്ട ഫീൽ ചെയ്തു. നല്ലൊരു ആട്ടം ഫീൽ ചെയ്തു.
അപ്പൊ ഞങ്ങളിപ്പോ വേറെ വീഡിയോ ആയിരുന്നില്ലേ? ഇത്ര വീഡിയോ അല്ല, വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഞങ്ങൾ കേറുന്നത് മുതൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നു. ഞാനത് ഇതിലിടുന്നതായിരിക്കും. എനിക്ക് കഴിച്ചോട്ടാ ഇതില്. നിങ്ങൾക്ക് ഇതുപോലെ പഴയ വല്ല കൂട്ടുകാരായിട്ട്, പക്ഷെ പഴയ വല്ല കൂട്ടുകാരായിട്ടില്ല, ഇങ്ങനെ ഫോട്ടോസ് കുറെ നാൾ മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്യും. ഒരു മൊമെന്റ്സ് അല്ലേ. എടാ നീ ഇടുവാ, അപ്പുറത്ത് ആരും നിൽക്കണ്ട. ഞങ്ങൾ ബിഹൈൻഡ് ക്യാമറ. നീ എന്നെ കൂടെ രണ്ട് ക്യാമറ വേണ്ട, 2 ക്യാമറ വേണം. ഇത് രസമുണ്ട്. ഞാൻ ഇൻട്രോവേർട്ടാ. അവരെന്തായാലും ഇങ്ങോട്ട് വരുന്നില്ല. സോ ഞങ്ങൾ ഏകദേശം 7 വർഷം മുമ്പ് 2018 വർഷം 16 കാരണം 10th കഴിഞ്ഞിട്ടാണ് നീ വീട്ടിക്ക് മാറുന്നത്. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു വീട്ടില് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങള് ഈ വീട് ഇപ്പൊ കാടൊക്കെ കയറി അതേ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ നാട്ടിൽ പിടിച്ചിടിക്കും. ഞങ്ങൾ ഒരു വക മനസ്സിലാവുണ്ടാവില്ല. കൊറേ കലവില കാക്കല കൂട്ടത്തിൽ കയ്യിലിട്ട പോലെ. സോ ഞങ്ങളപ്പോ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. അതിപ്പോ സ്ക്രീനിൽ വരും. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നീ എന്താ ഇത് പിടിച്ചോണ്ടിരിക്കണേ? അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മുമ്പെടുത്ത ഫോട്ടോസ് റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് അപ്പൊ റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. ഞാൻ എന്റെ ഈ ഫോട്ടോ എന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടുകളൊക്കെ കൊളാബ് ചെയ്തിട്ടുണ്ട്. ടൈം എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. വീഡിയോ എടുത്തുമല്ലോ ഈ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞില്ലേ, ഞാനെടുത്ത കുറെ ഫുട്ടേജ് മിസ് ചെയ്യുന്നത്. അതിൽ ഇവന്മാരുടെ ഒക്കെ ഫുട്ടേജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഫോട്ടോസ് റീക്രിയേറ്റ് ചെയ്യാം, മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.